ഹലോ, ഗുഡ് മോർണിംഗ് എവറി വൺ. ബിസിനസ് സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു അധ്യായം തുടങ്ങിയിരുന്നു അല്ലേ, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സ്റ്റാഫിംഗ് എന്നും സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. സ്റ്റാഫിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒഴിവ് വരുന്ന ജോബ് വേക്കൻസീസ് അനുയോജ്യരായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തികളെ കൊണ്ട് ആ വേക്കൻസി ഫില്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത് ഏതാണ്? റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു അല്ലേ. ആദ്യത്തേത് മാൻ പവർ പ്ലാനിങ് ആയിരുന്നു, രണ്ടാമത്തേത് റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. റിക്രൂട്ട്മെന്റ് എന്താണെന്ന് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദി ജോബ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. റിക്രൂട്ട്മെന്റിൽ രണ്ട് കാര്യങ്ങളാണ് അല്ലേ നടക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മളുടെ സ്ഥാപനത്തിലേക്ക് ഒഴിവുള്ള പൊസിഷനിലേക്ക് നമുക്ക് ജോലിക്കാരെ വേണം. ആ ജോലിക്കാരെ നമ്മുടെ ജോലിക്കാരായിട്ട് വരാൻ സാധ്യതയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക, സെർച്ച് ചെയ്യുക അല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് എൻ്റെ സ്ഥാപനത്തിലേക്ക് എൻജിനീയറിംഗ് കഴിഞ്ഞ ഫ്രഷേഴ്സിനെ ആവശ്യമുണ്ട്. 10 എൻജിനീയേഴ്സിനെ ആവശ്യമുണ്ട്, പക്ഷെ ഫ്രഷേഴ്സാണ്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്യേണ്ടത് എവിടെയാണ്? എൻജിനീയറിംഗ് കോളേജുകളിലാണ് പോകേണ്ടത്. അവിടെ പോയിട്ട് ക്യാമ്പസ് സെലക്ഷൻ നടത്തുക അല്ലേ. അപ്പോൾ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ ഭാവിയിൽ ജോലിക്കാരായി ചേരാൻ താല്പര്യമുള്ള സാധ്യതയുള്ള ആളുകളെയാണ് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എവിടെയാണ് നമ്മുടെ എംപ്ലോയീസ് കിടക്കുന്നത്, അവിടെ സോഴ്സ് എവിടെയാണെന്ന് ആദ്യമേ കണ്ടുപിടിക്കുക, അവർക്ക് വേണ്ടി സെർച്ച് ചെയ്യുക. അതിനുശേഷം സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദി ജോബ്സ്. ആ കണ്ടെത്തിയതിന് ശേഷം അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിക്കണം? നമ്മുടെ സ്ഥാപനത്തിലുള്ള വേക്കന്റ് പൊസിഷനിലേക്ക് ജോലിക്കായിട്ട് അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കണം. നമ്മൾ സെർച്ച് ചെയ്ത് അവരെ കണ്ടെത്തിയാൽ മാത്രം പോരാ, അവരെ കൊണ്ട് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യിപ്പിക്കണം. ഈ രണ്ട് പ്രോസസ്സും കൂടി ചേർന്നതാണ് എന്ത് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പറയുന്നത് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, എവിടുന്നൊക്കെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം. രണ്ട് തരത്തിലാണ് സോഴ്സുകൾ വരുന്നത്. ഒന്ന് ഇന്റേണൽ സോഴ്സും, രണ്ട് എക്സ്റ്റേണൽ സോഴ്സുമാണ്. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ അകത്ത് നിന്ന് തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന് വെളിയിൽ നിന്നും പുറത്തു നിന്നും എന്ത് ചെയ്യുക? റിക്രൂട്ട്മെന്റ് നടത്തുക. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ സോഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റേണൽ സോഴ്സുകളെ കുറിച്ചാണ്. പ്രധാനമായിട്ടും രണ്ട് ഇന്റേണൽ സോഴ്സുകളെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഇന്ന് പറയുന്നത്. ഒന്ന് ട്രാൻസ്ഫർ ആണ്, രണ്ട് പ്രൊമോഷൻ ആണ്. ട്രാൻസ്ഫർ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബിസിനസ് അവിടെയുള്ള ഒരു എംപ്ലോയിയെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്ഥാനം മാറ്റുന്നു, പൊസിഷൻ മാറ്റുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. വിത്തൗട്ട് അഫക്റ്റിംഗ് ഹിസ് സാലറി, പവർ എക്സെട്ര. ശമ്പളത്തിലോ പദവിയിലോ അധികാരത്തിലോ ഒന്നും മാറ്റം വരാതെ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്നും അതേ സ്ഥാപനത്തിന്റെ വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ അതേ സ്ഥാപനത്തിന്റെ വേറൊരു ബ്രാഞ്ചിലേക്കോ എന്ത് ചെയ്യുന്നു? അയാളെ ഷിഫ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ. ഫോർ എക്സാമ്പിൾ, SBIയുടെ എറണാകുളം ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന മാനേജർ 2 വർഷം കഴിഞ്ഞപ്പോൾ അയാളെ എന്ത് ചെയ്യുന്നു? കോട്ടയത്തുള്ള മറ്റൊരു SBIയുടെ ബ്രാഞ്ചിലേക്ക് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ട്രാൻസ്ഫർ. അവിടെ സാലറി കൂടുന്നില്ല, പവർ കൂടുന്നില്ല, അധികാരത്തിൽ മാറ്റമൊന്നും വരുന്നില്ല, ഉത്തരവാദിത്തങ്ങളിൽ മാറ്റം വരുന്നില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇന്റേണൽ സോഴ്സ് പറയുന്നത് പ്രൊമോഷൻ ആണ് അല്ലെ. പ്രൊമോഷൻ എന്താണ്? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന പൊസിഷനേക്കാൾ ഉയർന്ന പൊസിഷനിലേക്ക് ഒരു എംപ്ലോയിയെ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊമോഷൻ എന്ന് പറയുന്നത്.
ഉദാഹരണം, ഒരു LD ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ UD ക്ലർക്കായിട്ട് എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു. ഇപ്പോൾ LD ക്ലർക്കിന്റെ ഉത്തരവാദിത്തങ്ങളിലും ശമ്പളത്തിലും അധികാരത്തിലുമൊക്കെ മാറ്റം വരും അയാൾ ആരാവുമ്പോൾ? UD ക്ലർക്ക് ആവുമ്പോൾ. അപ്പൊ ട്രാൻസ്ഫറിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ശമ്പളത്തിലും പവറിലും ഒക്കെ എന്ത് ചെയ്യുന്നു? മാറ്റം വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റേണൽ സോഴ്സിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സോഴ്സുകളാണ്, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ഏത്? ട്രാൻസ്ഫറും പ്രൊമോഷനും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സ് എന്താണ്, ഡീമെറിറ്റ്സ് എന്താണ്. ഇന്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സ് എന്താണ്, ഡീമെറിറ്റ്സ് എന്താണ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ മെറിറ്റ് പറയുന്നു. ഒന്നാമത്തെ മെറിറ്റ്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്, ലെസ് കോസ്റ്റ്ലി ആണ്. അതായത് ഇന്റേണൽ സോഴ്സ്, അതായത് നമ്മുടെ സ്ഥാപനത്തിനകത്ത് നിന്ന് തന്നെ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അതിന് ചെലവ് കുറവാണ്. നേരെ മറിച്ച് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പരസ്യം കൊടുക്കണം, ഇത് മറ്റുള്ളവരെ അറിയിക്കണം, അതിനൊക്കെ എന്ത് വരും? എക്സ്പെൻസുകൾ വരും. അപ്പോൾ അതിന് ചെലവ് കൂടും. പക്ഷെ നമ്മൾ ഇന്റേണൽ സോഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ എക്സ്പെൻസ് കുറവാണ്, കോസ്റ്റ് കുറവാണ്, ലെസ് കോസ്റ്റ് ആണ് എവിടെ? ഇന്റേണൽ സോഴ്സ്. ആ ഒരു മെറിറ്റ് ആണത്. രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ്. ഇന്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റ് ഇന്റേണൽ ആയിട്ട് നടത്തുമ്പോൾ അത് അവിടുത്തെ ജോലിക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. കാരണം അവന് പ്രൊമോഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫർ, അവന്റെ വീടിനടുത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നു. ഇതൊക്കെ ആ എംപ്ലോയിയെ എന്ത് ചെയ്യുന്നു? മോട്ടിവേറ്റ് ചെയ്യുന്നു, അല്ലെ? അവന്റെ പെർഫോമൻസിനെ അത് നന്നാക്കുന്നു. ഇറ്റ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ്. മൂന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സർപ്ലസ് സ്റ്റാഫ്. സ്റ്റാഫിന്റെ എണ്ണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബ്രാഞ്ചിൽ ഒരുപാട് സ്റ്റാഫ് കൂടുതലും അവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചിൽ സ്റ്റാഫ് കുറവുമാണെങ്കിൽ അവിടെ ഒരു ഇംബാലൻസ് ആണല്ലേ. ആ ഇംബാലൻസ് ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കും? ഈ ഇന്റേണൽ സോഴ്സ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അവിടെ ആ ഒരു സർപ്ലസ്, അധികമുള്ള സ്റ്റാഫിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് പറയുന്ന ഒരു മെറിറ്റ് എന്ന് പറയുന്നത് നോ നീഡ് ഫോർ ഇൻഡക്ഷൻ ട്രെയിനിങ്. ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ആൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. അയാൾക്ക് പരിചയപ്പെടുത്തി ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെയുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് നമ്മുടെ ഇവിടെ നിലവിലുള്ള സ്റ്റാഫിനകത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ അയാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത്, പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് ഒരു ഓറിയന്റേഷന്റെയോ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന്റെയോ ഒന്നും ആവശ്യമില്ല. കാരണം ദേ ആർ ഓൾറെഡി നമ്മുടെ എംപ്ലോയീസ് ആണ്. ഇതിനടുത്തത് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രെയിനിങ് ആണ്. ഓട്ടോമാറ്റിക് ട്രെയിനിങ്, പുതിയ വീണ്ടും ഒരു ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അവർ ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോ ഇവിടുന്ന് നമ്മൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് പോകുമ്പോൾ, എറണാകുളം ബ്രാഞ്ചിൽ നിന്നും കോട്ടയം ബ്രാഞ്ചിലേക്ക് പോകുമ്പോൾ സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നു. ഇത് സിറ്റിയാണ്, ഇവിടുന്ന് അത്രയും ഡെവലപ്ഡ് അല്ലാത്ത ഒരു സിറ്റിയിലേക്കാണ് ഇയാൾ ട്രാൻസ്ഫർ ആയി പോകുന്നത്. അപ്പൊ അവിടെയുള്ള എക്സ്പീരിയൻസ് അയാൾക്ക് കിട്ടുന്നു. അത് ഓട്ടോമാറ്റിക് ഒരു ട്രെയിനിങ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ട്രെയിനിങ് കിട്ടുന്നു. അത് പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്നു. ഇത്രയുമാണ് ഇതിന്റെ മെറിറ്റ്സിൽ പറയുന്നത്. ഒന്ന് ലെസ് കോസ്റ്റ്, രണ്ട് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ്, മൂന്ന് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സർപ്ലസ് സ്റ്റാഫ്, ദെൻ നോ നീഡ് ഫോർ ഇൻഡക്ഷൻ ട്രെയിനിങ്, ദെൻ ഓട്ടോമാറ്റിക് ട്രെയിനിങ്. ഇത്രയുമാണ്, 5 എണ്ണമാണ് അതിന്റെ പ്രധാനപ്പെട്ട മെറിറ്റുകൾ. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഡീമെറിറ്റ്സ് ആണ്, അല്ലെ? ഇന്റേണൽ സോഴ്സിന്റെ ഡീമെറിറ്റ്സ്. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ആൻ ഇംപെർഫെക്റ്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഒരു പെർഫെക്റ്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ല ഇന്റേണൽ സോഴ്സ്. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകളെ തന്നെയാണ് നമ്മൾ വീണ്ടും ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നതും പ്രൊമോഷൻ നടത്തുന്നതൊക്കെ. പുതിയ ഫ്രഷേഴ്സിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ പുതിയ ഫ്രഷേഴ്സിന് നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ഇവിടെ ഉള്ള ആളുകളെ തന്നെ വീണ്ടും വീണ്ടും മാറ്റിയും മറിച്ചും ചെയ്യുന്നു. അപ്പൊ അത് ഒരു പെർഫെക്റ്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ല. നമ്മൾ പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്കില്ലുള്ള ആളുകളെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അതൊരു പെർഫെക്റ്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ല ഇന്റേണൽ സോഴ്സ്. രണ്ടാമത്തേത് റെഡ്യൂസസ് പ്രൊഡക്ടിവിറ്റി. ഈ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി കുറക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു
ഇന്റേണൽ സോഴ്സ് ആണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് ആളുകളെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എറണാകുളത്തുള്ള ആളെ കോട്ടയത്താക്കുന്നു, കോട്ടയത്തുള്ള ആളെ കൊല്ലത്തേക്ക് മാറ്റുന്നു, കൊല്ലം ട്രിവാൻഡ്രം, ഇതിങ്ങനെ ട്രാൻസ്ഫർ, അതായത് സ്റ്റാഫ് കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് ഒരാൾ ഒരു സ്ഥലത്ത് അഡ്ജസ്റ്റ് ആയി വരുമ്പോൾ അവിടെ നിന്ന് മാറ്റുന്നു. അപ്പൊ ഇത് ഫ്രീക്വന്റ് ട്രാൻസ്ഫേഴ്സ് വിൽ അഫക്ട് ദി എഫിഷ്യൻസി ഓർ പ്രൊഡക്ടിവിറ്റി ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ എന്താണ് അവരുടെ പ്രൊഡക്ടിവിറ്റി, അതേപോലെ അവരുടെ എഫിഷ്യൻസിയൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് ഈ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ബാധിക്കുന്നു. അത് അതിന്റെ ഒരു ഡീമെറിറ്റ് ആണ്. പിന്നെ പറയുന്ന ഡീമെറിറ്റ് ലിമിറ്റ്സ് ഫ്രഷ് ടാലൻസ്. ഫ്രഷേഴ്സ് കടന്നു വരുന്നതിനെ തടയുന്നു. ഫ്രഷേഴ്സിന് അവസരങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഇന്റേണൽ സോഴ്സ്. കാരണം നമ്മൾ പുറത്തുനിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് പകരം ഉള്ളിലുള്ള ആളുകളെ തന്നെയാണ് പിന്നെയും പോസ്റ്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും പ്രൊമോഷൻ. അപ്പം അത് ഫ്രഷ് ടാലൻസിനെ ബ്ലോക്ക് ചെയ്യുന്നു. നമുക്ക് എപ്പോഴും ഫ്രഷ് ടാലൻസ് വരണം സ്ഥാപനത്തിലേക്ക്, അപ്പോഴാണ് ഡെവലപ്മെന്റ് ഉണ്ടാവുക. പിന്നെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ന്യൂ എന്റർപ്രൈസസ്. പുതുതായി തുടങ്ങുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഈ ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് സോഴ്സ് അല്ല. കാരണം പുതിയ സ്ഥാപനത്തിൽ പൊതുവെ എംപ്ലോയീസിന്റെ എണ്ണം കുറവായിരിക്കും, അതൊന്ന്. പിന്നെ എക്സ്പീരിയൻസ് കുറവായിരിക്കും, അല്ലെ, പുതുതായി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കുറവാണ്, അതേപോലെ എംപ്ലോയീസിന്റെ എണ്ണവും കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സ്യൂട്ടബിൾ. അപ്പൊ ഇത്രയുമാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും.